കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ എല്ലായിടവും മഴയുണ്ടോ? ഇവിടെ നല്ല മഴ കേട്ടോ. ഉച്ചരിഞ്ഞപ്പോൾ നല്ല മഴ, നല്ല ഇടിയുണ്ട്, മഴയും. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഞാൻ ചായയൊക്കെ കുടിച്ച്. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ? ഇന്ന് ചായക്ക് കടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ചേട്ടൻ പണിക്ക് പോകുന്നില്ലല്ലോ, വയ്യാതിരിക്കുമല്ലേ, റെസ്റ്റൊക്കെ എടുത്തിരിക്കുമല്ലേ. അല്ലെങ്കിൽ എന്നും ചായയും കടിയൊക്കെ കൊണ്ടുവരുന്നത്. ഇന്ന് മോളാ പാലൊക്കെ മേടിച്ചത്. അതുകൊണ്ട് ഇന്ന് കടിയൊന്നും ഇല്ല, ചായ കുടിച്ച്. എന്നും അങ്ങ് തിന്നാലോ, വല്ലപ്പോഴൊക്കെ തിന്നാതിരിക്കുന്നതല്ലേ നല്ലത്. എന്നും ഇപ്പം അങ്ങ് തിന്നാനൊക്കെ ഭാഗ്യമൊന്നും വരത്തില്ലല്ലോ. പിന്നെ ചേട്ടന് കുറവുണ്ട് കേട്ടോ, നല്ല കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓയിൽമെൻറ്റും ചൂടുമൊക്കെ പിടിച്ച് നല്ല കുറവുണ്ട്. മരുന്ന് ഗുളികയുണ്ട്, എല്ലാം കഴിച്ച് നല്ല കുറവുണ്ട്. എന്നാലും 2 ദിവസത്തേക്ക് വിടുന്നില്ല, പോയാൽ പിന്നെയും ഇത് കൂടുതലാവും. റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇനി 2 ദിവസത്തേക്ക് പോകുന്നില്ല. എന്തോ പറയാനാ, ഒരാളുണ്ടെങ്കിൽ എല്ലാ കാര്യവും നമ്മുടെ ഒരു കുറവില്ല, എന്തെങ്കിലുമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരത്തില്ലേ. ഒരാളില്ലാതെ വരുമ്പോഴല്ലേ അതിൻ്റെ വിഷമം അറിയുന്നത്. എത്രയൊക്കെ ആയാലും എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കോണം. നമ്മുടെ ഭർത്താവ് നമുക്ക് ദൈവമാണ്. നമ്മുടെ ഭർത്താവ് നമുക്ക് 10 രൂപ കൊണ്ട് തരുന്ന പോലെ ആര് തന്നാലും നമുക്കത് ഒക്കത്തില്ല. നമ്മുടെ മക്കൾ തന്നാലും ആര് തന്നാലും നമുക്കത് ശരിയാകത്തില്ല. നമ്മുടെ ഭർത്താവ് തന്നെ 10 രൂപ തന്നാൽ നമുക്കത് ഭയങ്കര സന്തോഷവും ഭയങ്കര ഇതായിരിക്കും. നമുക്ക് എല്ലാം കൊണ്ടും നിറയുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ചേട്ടന് വയ്യാതായപ്പോൾ എനിക്കിപ്പോൾ അങ്ങ് ഭയങ്കര വിഷമങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ ഒരു ബുദ്ധിമുട്ടും വിഷമമായിരുന്നു. വീടില്ല, കൂടില്ല, മറ്റുള്ള എല്ലാ ചിന്തയും ഒരു വിഷമമായിരുന്നു. അപ്പം ചേട്ടന് വയ്യാതെയും കൂടെ ആയപ്പം അതിന് കൂടുതൽ വിഷമമായി. പിന്നെ ഞാൻ എന്ത് വന്നാലും അങ്ങ് ഇങ്ങനെയൊക്കെ തന്നെ വിഷമങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ജോലിയും ചെയ്ത് സന്തോഷിച്ച് ചിരിച്ച് ഒക്കെ നടക്കും. ചില സമയത്തിനൊക്കെ ഇരുന്ന് ചിലപ്പോൾ ആരും കാണാതൊക്കെ വിഷമിച്ച് കരയൊക്കെ ചെയ്യും കേട്ടോ. അത് ആരും കാണാതൊക്കെ സങ്കടമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എല്ലാം ഓർക്കും. ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്താലും എങ്ങനെ ചെയ്താലും കിടന്നാലും ഒക്കെ എല്ലാം ഞാൻ ഓർക്കും, ഒരേ കാര്യങ്ങൾ ഓർക്കും. കാരണം മുന്നിലിങ്ങനെ കാണിക്കത്തില്ല, എന്നാലും വിഷമങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. വിഷമങ്ങളെന്തോ ആരെങ്കിലും ഓർക്കും. വിഷമങ്ങളെന്ന് വെച്ചാൽ എന്താന്ന് ഓർക്കും, മറ്റുള്ള ഒരു ചിന്തകൾ. എല്ലാവരും ഓർക്കും ഇവർക്ക് എന്താ വിഷമമാണ്, ഇവിടെ കണ്ടിട്ട് വിഷമം തോന്നുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, നമുക്കൊരു കിടക്കാടം ഇല്ലല്ലോ, ഒരു വീടില്ലല്ലോ, അതുകൊണ്ടുള്ളൊരു വിഷമമുള്ളു. പിന്നെ ചെറിയ അത് എല്ലാ വീട്ടിലും തട്ടി മുട്ടിയൊക്കെ പോകുമല്ലോ. ചെറിയ വഴക്കുകളൊക്കെ കാണുമല്ലോ, എല്ലാ വീട്ടിലും കാണും ചെറിയ പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ ഒരു കുഴപ്പമില്ല. അത് ഭാര്യ ഭർത്താക്കന്മാരെ എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. അതങ്ങനെയൊക്കെയുള്ള കാര്യം. ഞാനിതൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് എന്നെ ആരും ഒന്നും പറയല്ലേ. ഞാൻ എൻ്റെ കാര്യങ്ങളങ്ങ് പറയുക. അങ്ങനെ പിന്നെ ചേട്ടനുണ്ടെങ്കിൽ പണിയൊന്നും ഇല്ലാതൊക്കെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ വിറകൊക്കെ എല്ലാം കീറി ഒതുക്കിയൊക്കെ എടുത്ത് തരും. പിന്നെ പെരയ്ക്കകത്ത് പൈപ്പും കാര്യങ്ങളും വേറെ ഒരു കാര്യങ്ങളൊന്നും ഒക്കത്തില്ല. പെരയ്ക്കകത്ത് നിന്ന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അന്നേരം പിന്നെ പെരയ്ക്കകത്തൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ കോരിക്കൊണ്ട് തരും എനിക്ക്. വെളിയിൽ നിന്ന് സ്റ്റെപ്പിൻ്റെ അവിടം വരെ കൊണ്ട് തരും. അവിടെ നിന്ന് ഞാൻ പിന്നെ വിരലെടുത്ത് വെക്കും. ഞാൻ ബാത്റൂമിലും അതുപോലെ ഉണ്ടെങ്കിലൊക്കെ അത് എല്ലാം ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തൊക്കെ തരും കേട്ടോ. എനിക്കെന്താ നാണക്കേട് പറയുന്നതിന്? ഒരു കുഴപ്പമില്ല. നമ്മൾ ഉണ്ടെങ്കിൽ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര വിഷമം, സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. എന്താ ചെയ്യാനായി? ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ പിന്നെ കൊത്തപ്പണിയല്ലേ, മേശരിയുടെ ഹെൽപ്പറായിട്ട് പോവല്ലേ. അന്നേരം അത് ഭയങ്കര കഷ്ടപ്പാടാണ്. ആ പണിയെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെ കുറേ വർഷം കൊണ്ടേ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ഞാനും പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കറിയാം. ഞാനും പോയിട്ടുണ്ട്, ആ ജോലിക്ക് ഞാനും പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഭയങ്കര കഷ്ടപ്പാടാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കൊച്ചുമക്കൾക്കെല്ലാം കടിയൊക്കെ ഇച്ചിരി കുറഞ്ഞു പോയി. അല്ലെങ്കിൽ വൈകിട്ട് അവർക്ക് ചായയുടെ കൂടെ അല്ലാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. എന്തെങ്കിലുമൊക്കെ കൊച്ചുങ്ങൾക്കെല്ലാം മേടിച്ച് കൊടുക്കും. കൊച്ചുങ്ങൾക്ക് അങ്ങനെ ഇപ്പം പറയുന്ന അച്ചാച്ചന് വയ്യാതായപ്പം ഒന്നുമില്ലല്ലോ കഴിക്കാൻ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെന്താ പറയാനാ, ഇങ്ങനെയൊക്കെ പോകുന്നു. എല്ലാവരും പിന്നെ എന്താ പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ എല്ലാവരും പിന്നെ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് തരണേ എല്ലാ ആൾക്കാരും കേട്ടോ. കൂടുതലും ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും നോക്കണേ എല്ലാവരും.
ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഫേസ്ബുക്കിൽ എല്ലാവരും ലൈക്ക് തരണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടായിരുന്നു, ചോറൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു. ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ, ഇന്ന് രസവും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അതൊക്കെ ഉള്ളായിരുന്നു, ഇന്ന് മീനൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ചേട്ടനുണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ പോയി മേടിച്ചുകൊണ്ടൊക്കെ വരും. അപ്പം മീനും ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ചോറും രസവും ചമ്മന്തിയും കൂട്ടിയ ചോറ് കഴിച്ചത്. പിന്നെന്തുവാ പിന്നെ അങ്ങനെ എനിക്ക് എപ്പോഴും എന്നെ വീട് കായംകുളത്തല്ലേ, എല്ലാം എൻ്റെ ആൾക്കാരെല്ലാം അങ്ങ് നാട്ടിലല്ലേ. മിക്ക സമയത്തിനും എനിക്കൊരു വയ്യാതെ വന്നാൽ പിള്ളേർക്കായാലും ആർക്കാലും വയ്യാതൊക്കെ വരുമ്പം വീട്ടിലെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർക്കും. അനിയത്തിമാരുടെയും ചേച്ചിമാരുടെയും ആങ്ങളമാരുടെയും എല്ലാവരുടെയും കാര്യം ഓർക്കും. ഭയങ്കര വിഷമമാണ്. അടുത്തുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് വരുമല്ലോ, വയ്യാതൊക്കെ അറിഞ്ഞാലൊന്ന് വരുമല്ലോ. എല്ലാവരും അവിടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. ആരെയും കാണാനൊന്നും ഒക്കത്തില്ല, ആരും വരത്തില്ല. പിന്നെ ഓണം എല്ലാ ഉത്സവങ്ങളോ കാര്യങ്ങളോ അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ട് പോകത്തുള്ളൂ, അവരും ഇങ്ങോട്ട് വരത്തുള്ളൂ. അവിടെ ഇത്രയും ദൂരം വരണമെങ്കിലൊക്കെ കാശൊക്കെ ആകത്തില്ലേ. എനിക്ക് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വയ്യാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എൻ്റെ അനിയത്തിയും കാണണം, എൻ്റെ ചേച്ചിയും കാണണം എന്നുള്ള ഭയങ്കര സങ്കടമാണ്. അവർ ആൺപിള്ളേരല്ലേ, ആണുങ്ങളല്ലേ. എനിക്ക് എൻ്റെ ചേച്ചിയും അനിയത്തിയും കാണാൻ ഭയങ്കര വിഷമം എനിക്ക് വയ്യാതെ വരുമ്പോഴാണ്. എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ പറയും ഇഞ്ഞു കൊണ്ടുപോരെ, അവർക്ക് ഇഞ്ഞു വാ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ അവർ പൈസ ഒക്കെ ഇട്ട് തരും എനിക്ക്. എന്തെങ്കിലുമൊക്കെ ചെറിയ 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 സഹായങ്ങളൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഭയങ്കര സങ്കടമാണ്. എനിക്ക് തരുന്നേം പിടിക്കുന്നൊന്നും അല്ല, മിത്രങ്ങളല്ലേ. നമുക്കൊന്ന് വയ്യാതൊക്കെ വരുമ്പോൾ അവരൊക്കെ ഒന്ന് വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, പകുതി അസുഖങ്ങളൊക്കെ മാറത്തില്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്നാലും ഗ്യാൻഡിൽ ഓണത്തിന് ഇങ്ങോട്ട് വരാനൊക്കെ ഇരുന്നായിരുന്നു. അനിയത്തിയും മക്കളും എല്ലാവരും, ചേച്ചിയും മക്കളും എല്ലാവരും ഇവിടെ വന്ന് അടിച്ച് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് അനിയന് വയ്യാതായത്. പിന്നെ ആരും വന്നില്ല. ഞങ്ങൾ ഓണം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. അതുകൊണ്ടുള്ള അനിയനെന്ന് വെച്ചപ്പോൾ എല്ലാവരെയും നോക്കുന്നേ, ഞങ്ങളുടെ വീട്ടിലൊരു അംഗം പോലെ. ഞങ്ങളുടെ കുടുംബത്ത് എന്തൊരു കാര്യം വന്നാലും എൻ്റെ അനിയനാണ് മുന്നേ നിൽക്കുന്നത്. അച്ഛൻ്റെ സ്ഥാനം പോലെ. അത്രയ്ക്ക് നല്ല ഒരിതാണ്. അത് അന്യർക്കായാലും വീട്ടുകാർക്കായാലും എല്ലാം അത്രയ്ക്ക് നല്ലൊരിതാണ്. എൻ്റെ അനിയനെന്ന് വെച്ചാൽ നല്ല ഇതാണ്, എല്ലാവരോടും വലിയ കാര്യം. എൻ്റെ മക്കളൊക്കെ ചെന്നാലോ ഞങ്ങളൊക്കെ ചെന്നാൽ ഞങ്ങൾക്കും ഒന്നിനും ഒരു കുറവുമില്ല വരുന്നിടം വരെ. അത്രയ്ക്ക് നല്ല സ്നേഹവും കാര്യം. അതേ ഞങ്ങളോടും നല്ല എല്ലാവരോടും. അതുകൊണ്ട് ഞങ്ങളുടെ അനിയൻ്റെ കാര്യത്തിനൊക്കെ വിഷമമാണ്. അനിയത്തേക്കായി സ്നേഹം അനിയനോടാണ് സത്യം. എൻ്റെ മക്കൾക്കായാലും എനിക്കായാലും ഇല്ല, അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. ചേട്ടനും ഉണ്ട്, ചേട്ടനും വലിയ കാര്യമാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനും ഭയങ്കര കാര്യമൊക്കെയാണ്. അതിൻ്റെ പുള്ളിയേക്കായി ഇച്ചിരി സ്നേഹം മുന്നിട്ട് നിൽക്കുന്ന ഈ പുള്ളിയാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയാണ് കാര്യം. ആർക്കും ഒന്നും മറ്റുള്ള ഒരു അഴുക്ക് കാര്യങ്ങൾ പറയുവാട്ടെ, സംസാരിക്കട്ടെ, ഒരു ബഹളം വെക്കുവാട്ടെ, അങ്ങനൊന്നും പറയുന്നതൊക്കെ ചെയ്യുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. നല്ലൊരു ചിട്ടയായിട്ടാണ് പുള്ളിയല്ല. അതുകൊണ്ടുള്ള അത് ഭയങ്കര വിഷമമായി. പുള്ളിക്ക് അറ്റാക്ക് വന്നായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വിഷമമായി. ഇപ്പം അനിയൻ്റെ കാര്യമാണ് ഓർമ്മ എല്ലാവർക്കും. എന്നേക്കായി വിഷമം കാര്യം എൻ്റെ മോൾക്ക്. പാപ്പനെന്ന് പറയുന്നിടത്ത് ഭയങ്കര ജീവനാണ്. പാപ്പാന്നും പറഞ്ഞ് ഞങ്ങൾ ഓണം കഴിഞ്ഞ് പിന്നെ പോയെല്ലാം കണ്ട്. എപ്പോഴും പോകാനൊക്കെ ഇത്രയും ദൂരമല്ലേ, പൈസ ഒക്കെ വേണ്ടായോ പോകുന്നതിന്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്തോ പറയാൻ, കൊച്ചുമാൻ പഠിക്കാൻ പോയി വന്നില്ല ഇതുവരെ. മഴയും പെയ്യുന്നു. ഇന്ന് കുട കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കുടയും കൊണ്ടുപോയില്ല. കൊച്ചുമോള് വന്ന് അംഗനവാടി പോയിട്ട് കൊച്ചുമോള് വന്ന് കുളിപ്പിച്ചിപ്പം തള്ളയാണ്ട് ട്യൂഷന് വിടാൻ പോകുന്നു. അക്ഷരങ്ങൾ പഠിക്കാനേ വിടാൻ പോകുന്നു. പഠിക്കാത്തവർ പോയി വിഷമിക്കുന്നു. പഠിക്കാത്തവർ പിള്ളേരൊക്കെ പഠിക്കേണ്ട നല്ലപോലെ. അക്ഷരങ്ങളൊക്കെ പഠിച്ച് പള്ളിക്കൂടത്തിൽ കൊണ്ട് ചേർത്താലേ വിഷമിക്കണ്ടല്ലോ. അത് മൂത്ത കൊച്ചുമോനും അതുപോലായിരുന്നു. പേപ്പർ വരെ വായിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ അവനെ 1-ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്. നല്ലപോലെ പഠിക്കും. ഇപ്പം അവർ ശകലം പുറമോട്ടൊക്കെയാണ്. എൻ്റെ മക്കൾക്ക് നല്ല ഇതാണ് കേട്ടോ. കൊച്ചുമോളും അതുപോലെ. നമ്മൾ എന്തൊരു പാട്ടായാലും കാര്യമായാലും ഒരു അക്ഷരമായാലും എന്തൊന്ന് പറഞ്ഞു കൊടുത്താലും അതുപോലെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. നല്ല ഇതാണ്, നല്ല കഴിവാണ്. 2 കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച്
തല വെക്കണം അതുങ്ങളുടെ. നമ്മളെ ഇങ്ങനെ ആയിപ്പോവും, അതുങ്ങളെങ്കിലും നല്ല രീതിയിൽ വരട്ടെ. അങ്ങനെ പിന്നെന്താ പറയാൻ, ചേട്ടന് നല്ല കുറവുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചായക്കടയിലോട്ട് പോയി എന്നും ഈ ചില ആൾക്കാർക്കുണ്ട്, ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അവർക്ക്, ചായക്കടയിലെ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ ചായ ഇട്ട് കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചായക്കടയിലെ ഒരു ചായയൊക്കെ കുടിച്ചെങ്കിൽ അവർക്കൊരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ. ഞാൻ വഴക്ക് പറഞ്ഞു, ഇച്ചിരി കുറവ് കിട്ടിയപ്പം പോകുന്നെന്നും പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാനിപ്പം മരാടിന്നും പറഞ്ഞ് പോയി. പോയി ഇച്ചിരി നേരമൊക്കെ ഇരിക്കട്ടെ. ഇപ്പം വയ്യാന്നും പറഞ്ഞ് ഒരിടത്ത് കിടന്നാലൊന്നും ശരിയാകത്തില്ല. നമ്മൾ എണ്ണിച്ചിരിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യണം. അല്ല എപ്പോഴും ഒരിടത്ത് കിടന്നാൽ അങ്ങനെ നമുക്ക് ജീവിക്കണ്ടായേ. കുറച്ച് ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ജോലിക്കൊക്കെ പോകണ്ടായേ. ഞാനും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നാൾ കൊണ്ട് ഇപ്പം മതിയാക്കി. പിന്നെ ഇപ്പം ഇങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. വീടൊക്കെ വെക്കണ്ടായ, വീടും വസ്തുവൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ നോക്കുന്നുണ്ട്. ദൈവം എന്തെങ്കിലും വഴി കാണിച്ച് തരുമായിരിക്കും. പിന്നെ ശരി, എല്ലാവർക്കും സുഖം തന്നെ. പിന്നെ എന്താ പറയാൻ, എല്ലാവരെയും തിരക്കി കേട്ടോ. തിരക്കിയെന്ന് പറയണം. അച്ഛനെയും അമ്മയും എല്ലാവരെയും തിരക്കി, എല്ലാവരുടെയും കൂട്ടുകാരുടെ അച്ഛനെയും അമ്മയും എല്ലാം ഞാൻ തിരക്കിയെന്ന് പറയണം കേട്ടോ. എല്ലാവരും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെൽബട്ടനെ അമർത്തണം. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും എനിക്ക് ലൈക്ക് തരണേ. ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലും തരണം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിൽ ഞാൻ ഇപ്പം 12,000 ആയി. ഇൻസ്റ്റാഗ്രാമിൽ 12,000 ആയി. അങ്ങനെ ഇന്നിതൊക്കെ ഒരു നേരം പോക്കല്ലേ, ഒരു വേറെ നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. നമുക്ക് മനസ്സിന് വിഷമമൊന്നും വരത്തില്ല. ഇതൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന നല്ല കാര്യമല്ലേ. നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കറങ്ങി നടക്കുന്നതിന് നല്ലതും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും അവിടെ ഇവിടെയൊക്കെ വല്ലതൊക്കെ പറയുന്നതിന് ഭേദം അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് എന്താണ് അതിനൊക്കെ. നമ്മൾ വീട്ടിൽ ഇരുന്ന് നമ്മുടെ വീട്ടിലെ ജോലിയും കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്കും പോകണം. ജോലിക്കും പോയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊരു സന്തോഷമല്ലേ, നല്ല കാര്യമല്ലേ. അത് വിഷമമൊന്നും കാണത്തില്ലല്ലോ. നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് ആ വിഷമം അങ്ങോട്ട് തട്ടത്തില്ല, ഏത് കാര്യം വന്നാലും. എനിക്കിപ്പോൾ നേരത്തെയൊക്കെ ഞാൻ കരച്ചിലും കൂവലും ഒക്കെ ആയിരുന്നു. സത്യമുള്ള കാര്യം പറയാം. എനിക്ക് എപ്പോഴും അങ്ങ് വിഷമങ്ങളും കാര്യങ്ങളോ, വീടില്ലല്ലോ എന്നും പറയും. ഇപ്പം സത്യം പറഞ്ഞാൽ ഇച്ചിരിയൊക്കെ ഒരിതുണ്ട്, നല്ല വിഷമമാണ്. ശരി എന്നാൽ ടാറ്റാ.